വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കൃത്യം നടന്നതും മൃതദേഹം വീണ്ടെടുത്തതും അമ്പലപ്പുഴ സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് ഈ ആഴ്ച ആദ്യം ഇങ്ങോട്ട് കൈമാറി. പുതിയ FIR രജിസ്റ്റർ ചെയ്ത അമ്പലപ്പുഴ പോലീസ് പ്രതിയെ കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി. ജയചന്ദ്രനെ കരൂരിലെ വീട്ടിലും പരിസരത്തും എത്തിച്ച് തെളിവെടുത്തു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് പ്രേരണയെന്നാണ് ജയചന്ദ്രന്റെ മൊഴി. മറ്റു ബന്ധങ്ങളെ ചൊല്ലി ഇരുവരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മിയെ കരുതിക്കൂട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി സ്വദേശിനിയായ യുവതിയെ ഈ മാസം 6-ാം തീയതി മുതലാണ് കാണാതാകുന്നത്. പോലീസിന് അപ്രതീക്ഷിതമായി ലഭിച്ച വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോണാണ് കേസിന് വഴിത്തിരിവുണ്ടാക്കിയത്. വിവാഹമോചിതയായ യുവതിയും ഭാര്യയും മകനുമുള്ള ജയചന്ദ്രനുമായി വർഷങ്ങളായി അടുപ്പത്തിലാണ്. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് വിജയലക്ഷ്മി ജയചന്ദ്രന്റെ വീട്ടിലെത്തി. പുലർച്ചെ യുവതിയുടെ മൊബൈൽ ഫോണിലേക്ക് മറ്റൊരു പുരുഷന്റെ കോൾ വന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ അവസാനിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. വിജയലക്ഷ്മി വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം വീടിനോട് ചേർന്നുള്ള മറ്റൊരാളുടെ പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.